ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മസാലകളൊന്നും കൂടുതൽ ചേർക്കാത്ത ഒരു ഞണ്ട് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞണ്ട് നന്നായിട്ട് കഴുകി പീസാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം, പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ഒരു പിടി എടുക്കുന്നുണ്ട്, 5-8 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ചതച്ചാൽ മതി. 1-2 പൾസ് ഇട്ടാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ചതച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് കളറ് മാറി വരണം, ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സവാള എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയും കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഞണ്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു സവാള എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് സവാളേൻ്റെ എണ്ണം കൂട്ടിയാൽ മതി, അപ്പോൾ ഗ്രേവി കൂടുതലുണ്ടാവും. ഇനി സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൽ കൂടുതലൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അധികം എരിവിൻ്റെ കുത്തും ഉണ്ടാവില്ല, ലൈറ്റായിട്ടുള്ള ഒരു എരിവ് മാത്രമേ ഇതിലുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ ചെറിയ കുടംപുളീൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഞണ്ടിനൊരു മധുരിപ്പ് ഉണ്ടാവും, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. നമ്മൾ ഈ കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഈ ഞണ്ടൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മധുരിപ്പങ്ങ് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തവി കൊണ്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചു വെക്കുക. ആ മസാല എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. ആ ഞണ്ടൊന്ന് വേവാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഞണ്ടിന് അത്രയും വേവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കളറൊന്ന് മാറി വരും. ഞണ്ട് വേവുന്നത് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞണ്ടും കൊഞ്ചനൊക്കെ കളർ ചേഞ്ച് ഉണ്ടാവും അതിൻ്റെ ഷെല്ലിന്. അപ്പോൾ ആ വെള്ളയും നീലയൊക്കെ മാറിയിട്ട് ഓറഞ്ച് കളറായിട്ട് വരും. പിന്നെ കുറച്ച് ആ മസാലയൊക്കെ അതിൻ്റെ എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലിപ്പം ഗ്രേവി കൂടുതൽ വേണ്ടവരാണെങ്കിൽ സവാളേൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളിനി ലാസ്റ്റായിട്ട് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കറിവേപ്പിലയാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി അതൊരു നാടൻ മണം കിട്ടും നമുക്ക്. മല്ലിയില ഒഴിവാക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഞാനിടുന്ന വീഡിയോസിൽ ഇഷ്ടപ്പെട്ട റെസിപ്പീസ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.